NDA പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. യോഗത്തിൽ മുന്നണി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കും. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കുമെന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും അവസാന ഘട്ടത്തിലാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. രോഹിണി, അല്പസമയത്തിനകം തന്നെ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റിൽ സെൻട്രൽ ഹാളിൽ നടക്കും. അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MP മാരും പങ്കെടുക്കും. പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരിക്കും NDAയുടെ സഭാകക്ഷി നേതാവായി, മുന്നണിയുടെ നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കുക. അതിനുശേഷം അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം NDA ഉന്നയിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊരു ഔദ്യോഗികമായ പ്രഖ്യാപനം NDAയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തുനിന്ന് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. NDA യോഗത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട MP മാരെല്ലാം തന്നെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി രാജ്യതലസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. NDA യോഗത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളും ഉണ്ടാകും എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈകാര്യം ചെയ്യും. ഘടകകക്ഷികൾക്ക് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം നൽകും. കൂടാതെ സ്പീക്കർ സ്ഥാനം JDU-വിനോ അല്ലെങ്കിൽ തെലുങ്ക് ദേശം പാർട്ടിക്കോ നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉറപ്പാക്കുന്ന പിന്തുണ കത്ത് ഇന്ന് തന്നെ രാഷ്ട്രപതിക്ക് കൈമാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ NDA നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ലോക്സഭയിൽ 305 അംഗങ്ങളുടെ പിന്തുണ NDAക്കുണ്ട് എന്നുള്ളതാണ്. NDA തെരഞ്ഞെടുപ്പിന് മുൻപ് രൂപീകരിച്ച മുന്നണിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് 292 സീറ്റുകളായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം വടക്കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ വിജയിച്ചു വന്നിട്ടുള്ള സ്വതന്ത്രരെ കൂടെ നിർത്താൻ BJPക്കും NDAക്കും സാധിച്ചു. അതുകൊണ്ട് തന്നെ 305 അംഗങ്ങളുടെ പിന്തുണയാണ് നിലവിൽ NDA ഉറപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ രൂപീകരണത്തിന് യാതൊരു തരത്തിലുമുള്ള വെല്ലുവിളി നിലവിൽ BJP NDA സഖ്യത്തിന് മുൻപിലുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി തന്നെ മുൻപോട്ട് പോകുന്നു. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ച വൈകിട്ടായിരിക്കും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. ഇന്ന് ചേരുന്ന NDA യോഗത്തിന് ശേഷമായിരിക്കും അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ പ്രഖ്യാപനം BJP നേതൃത്വം നൽകുക. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് ഞായറാഴ്ച വൈകിട്ടായിരിക്കും സത്യപ്രതിജ്ഞ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നേരത്തെ ചില നേതാക്കൾ പ്രതികരിച്ചിരുന്നത് 8-ാം തീയതി, അതായത് നാളെ വൈകിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്ന് ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ച വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നുള്ളതാണ്. 10 വർഷം നീണ്ട തുടർ ഭരണത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഭരണവിരുദ്ധ വികാരത്തെയും മറികടന്നുകൊണ്ട് 240 എന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷം നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ രൂപീകരിച്ചിട്ടുള്ള NDA മുന്നണിക്ക് വളരെ കൃത്യമായി 272 എന്ന കേവല ഭൂരിപക്ഷവും കടന്നുകൊണ്ട് 290 മുകളിലേക്ക് സീറ്റുകൾ നേടാൻ സാധിച്ചു. സ്വതന്ത്രരുടെ ഉൾപ്പെടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് 300 മുകളിൽ അംഗങ്ങളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭരണചക്രം തിരിക്കാനൊരുങ്ങുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏത് രീതിയിലുള്ള പ്രകടനം നടത്തി എന്നുള്ള കൃത്യമായ വിലയിരുത്തലും ഇതിനോടകം തന്നെ BJP സംഘടനാ തലത്തിൽ നടത്തുകയാണ്. അത് സംബന്ധിച്ച നിർണായകമായ നേതൃയോഗങ്ങളും രാജ്യ തലസ്ഥാനത്ത് നടത്തുന്നുണ്ട്. ഏതെല്ലാം പ്രധാനപ്പെട്ട നേതാക്കൾ മന്ത്രിസഭയിൽ ഉൾപ്പെടും, ഒപ്പം നേരത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഏതൊക്കെ നേതാക്കൾ സംഘടനാ ചുമതലകളിലേക്ക് തിരികെ എത്തും എന്നത് സംബന്ധിച്ചുള്ള നിർണായകമായ ചർച്ചകൾ, തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ BJPയുടെ ഭാഗത്തുണ്ടാകും. രാജ്യത്തുടനീളം വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കയറാനായത് എന്ന പൊതുവിലയിരുത്തൽ ഇതിനോടകം തന്നെ BJPയുടെ ദേശീയ നേതൃത്വം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനോ വിചാരിച്ചൊരു മാർജിനിലേക്ക് എത്താനോ സാധിച്ചിട്ടില്ല. അവിടെ 30-നടുത്ത് സീറ്റുകളിലേക്ക് എത്തിയെങ്കിൽ പോലും വിചാരിച്ചൊരു മാർജിനിലേക്ക് ഉത്തർപ്രദേശിൽ എത്താൻ സാധിച്ചില്ല എന്ന കൃത്യമായ വിലയിരുത്തൽ BJPയുടെ ദേശീയ നേതൃത്വം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആരെല്ലാം കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തും, ആരെല്ലാം തിരിച്ച് സംഘടനാ ചുമതലകളിലേക്ക് വരും, ആർക്കെല്ലാം പുതിയ പദവികൾ ലഭിക്കും എന്നത് സംബന്ധിച്ചുള്ള നിർണായകമായ ചർച്ചകളും BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അത് സംബന്ധിച്ച തീരുമാനങ്ങൾ വരും മണിക്കൂറുകളിൽ BJP ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. നിലവിൽ നിരവധി തരത്തിലുള്ള ഊഹാപോഹങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഉണ്ടെങ്കിൽ പോലും അതിൽ സംബന്ധിച്ചൊരു യാതൊരു തരത്തിലുമുള്ള സ്ഥിരീകരണമോ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളോ
BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ തന്നെ കേരളത്തിൽ നിന്ന് വിജയിക്കുന്ന എംപിമാർ കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രഖ്യാപനം സൂചനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. ഒപ്പം ചരിത്ര പ്രാധാന്യമുള്ള വിജയമാണ് കേരളത്തിൽ BJP നേടിയിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കേരളത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ ഒരു ജനപ്രതിനിധി ലോക്സഭയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ആ ജനപ്രതിനിധിയെ തീർച്ചയായും കേന്ദ്രമന്ത്രിയാക്കും എന്നുള്ളത് തന്നെയാണ്. ആ ഒരു വിജയത്തിന് ഇരട്ടി മധുരം നൽകിക്കൊണ്ട് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കാൻ തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചുമുള്ള പ്രഖ്യാപനങ്ങളും BJPയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി പുറത്തു വരാനുണ്ട്. സുരേഷ് ഗോപി ഇന്നലെ വൈകിട്ടോടുകൂടി ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. BJPയുടെയും മുഴുവൻ NDAയുടെയും വിജയിച്ചു വന്നിട്ടുള്ള എംപിമാരെല്ലാം തന്നെ ഇപ്പോൾ രാജ്യതലസ്ഥാനത്തുണ്ട്. 11 മണിയോടുകൂടി പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. രോഹിണി. അതെ, ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും ഔദ്യോഗിക പ്രസ്താവനകൾ വരും മണിക്കൂറുകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ അറിയാനും സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു, അതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ, പ്രധാന വകുപ്പുകൾ സംബന്ധിച്ചുള്ള BJPയുടെ നിലപാട്, ഇവയൊക്കെ സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ടോ? രോഹിണി, മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് നിലവിൽ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ. ഒപ്പം ഘടകകക്ഷികൾക്ക് വ്യക്തമായ പ്രാധാന്യം നൽകും. ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം നൽകും. കൂടാതെ സ്പീക്കർ സ്ഥാനവും ഘടകകക്ഷിക്ക് തന്നെ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ JDUവിനോ അല്ലെങ്കിൽ തെലുങ്ക് ദേശം പാർട്ടിക്കോ ആയിരിക്കും സ്പീക്കർ സ്ഥാനം നൽകുക. ഒപ്പം ബീഹാറിൽ നിന്നുള്ള ലോക് ജനശക്തി പാർട്ടി ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് വ്യക്തമായ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ നൽകും. പവൻ കല്യാണിന്റെ പാർട്ടിക്കും പ്രാതിനിധ്യം നൽകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് 2 എംപിമാരാണുള്ളത്. അത്തരത്തിൽ ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ആഭ്യന്തരം, പ്രതിരോധം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിലൊരു കൂട്ടുമന്ത്രിസഭയാണ് എങ്കിൽ പോലും 240 അംഗങ്ങളുടെ വ്യക്തമായ ഭൂരിപക്ഷം നിലവിൽ BJP NDA സഖ്യത്തിനുണ്ട്. ഇനി സഖ്യത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം പിറകോട്ട് പോയാൽ പോലും വീഴാത്ത തരത്തിലുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ നിലവിൽ NDAക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം നിലവിൽ NDA അവകാശപ്പെടുന്നത് 305 അംഗങ്ങളുടെ ഭൂരിപക്ഷം പിന്തുണ നിലവിൽ ലോക്സഭയിലുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ, ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ, നമുക്കറിയാം നിതീഷ് കുമാർ പലപ്പോഴും ബീഹാർ രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ കാറ്റ് ഏത് തരത്തിൽ വീശുന്നോ അതിനനുസരിച്ച് നിന്നുകൊണ്ട് അധികാരത്തിനൊപ്പം നിൽക്കുകയും അധികാരത്തിന് വേണ്ടി മുന്നണി മാറുകയും ചെയ്തിട്ടുള്ള നേതാവും പാർട്ടിയുമാണ് JDUവും നിതീഷ് കുമാറും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാർ വിട്ടുപോയാൽ പോലും, നിതീഷ് കുമാറിന് 12 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാർ വിട്ടുപോയാൽ പോലും സ്ഥിരതയോടുകൂടി സർക്കാരിനെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള അംഗങ്ങളുടെ പിന്തുണ ഇതിനോടകം തന്നെ NDA ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെ, എന്നാൽ ഘടകകക്ഷികളെ രമ്യമായി കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരും സ്പീക്കർ സ്ഥാനവും വിട്ടുകൊണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് നിലവിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മന്ത്രിസഭയിൽ ആരെല്ലാം എത്തും എന്നുള്ള പ്രഖ്യാപനങ്ങളും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രോഹിണി. ശരി ജിഷ്ണു. NDA പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. യോഗത്തിൽ മുന്നണി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കും. 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും എന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനവും ഇന്നുണ്ടാകും. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും അവസാന ഘട്ടത്തിലാണ്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.